നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഇറാൻ തെമ്മാടികളാണെന്ന് ഡൊണാൾഡ് ട്രംപ്. അവരുമായി ഇനി കരാറില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഓഗസ്റ്റ് പകുതിയോടെ ദീർഘകാല സമാധാന കരാർ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ 3 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതിന് അവരുമായി ഇടപെടുന്നതിന് സമയം പാഴാക്കലാണെന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും US-ന്റെ 85 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഇറാന്റെ IRGC അറിയിച്ചു. US ഇറാനിൽ നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങൾ തികച്ചും അനിവാര്യമായിരുന്നുവെന്ന് നാറ്റോ ജനറൽ സെക്രട്ടറിയും വ്യക്തമാക്കി. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ ട്രംപിന്റെ മുന്നിൽ ഇനി സമാധാനം എന്നൊന്നില്ല, കരാറില്ല. കരാറിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനും പ്രത്യാക്രമണം നടത്തി. ഇപ്പോൾ 85 എന്ന കണക്കുകൾ പുറത്തു വരുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു യുദ്ധം ഇപ്പോൾ നാളെ നമുക്കറിയാം. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്ന ദിവസമാണ്. സംസ്കാരം നാളെയാണ്. ഇന്നിപ്പോൾ ടെഹ്റാനിലടക്കം വലിയ ആൾക്കൂട്ടവും ജനക്കൂട്ടവുമുണ്ട്. ലോക നേതാക്കൾ ഉടനീളം ഇറാനിലുണ്ട്. നാളെ കഴിഞ്ഞാൽ എന്തും പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, വൻ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കഴിഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. ഖമേനിയുടെ സംസ്കാരം നടക്കുമ്പോൾ ഇറാൻ ചോരക്കളമാകുമോ എന്ന ഒരു ആശങ്ക. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് ആ തരത്തിൽ ആക്രമിക്കും എന്ന് സൂചന നൽകുന്ന വാക്കുകളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. സമാധാന കരാർ ഇനി ഇല്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാറ്റോ രാജ്യങ്ങളുടെ സഖ്യം അവരുടെ ഉച്ചകോടി നടക്കുകയാണ്. അവിടെയാണ് ട്രംപ് ഇങ്ങനെ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാൻ തെമ്മാടി രാജ്യമാണ്, അവർക്ക് നിലപാടില്ല, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആ തരത്തിൽ അതിരൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കും എന്ന വളരെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനമുണ്ടാകുന്നു. മാത്രമല്ല രഞ്ജിത്ത്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ അമേരിക്കയ്ക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇതുവരെ പ്രത്യക്ഷമായി അവരുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. അമേരിക്കയും ഇസ്രായേലും മാത്രമായിരുന്നു ഒരു ചേരിയായി നിന്ന് ആക്രമണം നടത്തിയിരുന്നത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടിലായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ അദ്ദേഹം ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനുമേൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണം അത് അനിവാര്യമാണ്. അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ, ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിലായി അമേരിക്കയുടെ വ്യോമാക്രമണം നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അനിവാര്യമാണ് എന്ന നിലയിലേക്ക് നാറ്റോ പോകുന്നു. നേരത്തെ UK-യുടെയും അതോടൊപ്പം തന്നെ ഇറ്റലിയുടെയും ഭാഗത്തു നിന്നാണ് ചെറിയ തോതിലെങ്കിലും ഒരു പിന്തുണ അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നത്. മറ്റു രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയായിരുന്നു. 32 അംഗ രാജ്യങ്ങളുടെ, സഖ്യരാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതിൽ ഒരു പൊതു തീരുമാനം ഉണ്ടാകുന്നു അമേരിക്കയ്ക്ക് പിന്തുണ നൽകാൻ. അങ്ങനെയെങ്കിൽ ഇറാനുമേൽ വലിയ ആക്രമണം നടത്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഇറാനാകട്ടെ കുവൈറ്റും ബഹ്റൈനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിച്ചു. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത് തകർത്തു എന്ന് ഇരു രാജ്യങ്ങളും അവകാശപ്പെട്ടു. നേരത്തെ ഖത്തർ, അവർ ഇറാനുമായി ഒരു സൗഹൃദമുണ്ടായിരുന്ന രാജ്യമാണ്. ഖത്തറിൻ്റെ കപ്പൽ ആക്രമിച്ചതോടുകൂടി കപ്പൽ ആക്രമണം വന്നതിന് പിന്നാലെ ഖത്തർ ഇവരുമായി ഇടയുന്നു. അതോടൊപ്പം തന്നെയാണ് സൗദിയുടെ കപ്പൽ ആക്രമിച്ചു. സൗദിയും ഖത്തറും ഇപ്പോൾ 2 രാജ്യങ്ങളും അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. അവർ പറയുന്നത് ഈ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്ന കാര്യമാണ്. ഖമേനിയുടെ സംസ്കാരം നാളെ നടക്കാൻ പോവുകയാണ്. ദിവസങ്ങൾ നീണ്ടുനിന്ന ചടങ്ങാണ്. ഒരുപക്ഷെ ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ക്ഷണിച്ചിരുന്നെങ്കിലും പല രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടേക്ക് എത്തില്ല എന്ന വിവരം തന്നെയാണ് വരുന്നത്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ, സുരക്ഷാ പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ അവിടേക്ക് എത്തില്ല എന്ന ഒരു വിവരം അവിടെയാണ് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. ഒരുപക്ഷേ ഈ സംസ്കാരം നടക്കുന്ന സ്ഥലത്തല്ലെങ്കിൽ പോലും, അങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ലെങ്കിൽ പോലും ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഒരുപക്ഷെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.